മതിൽ കെട്ടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രയോജനം കൂടെ പറഞ്ഞ് ഇന്ന് പകൽക്കാലം ഞാൻ അവസാനിപ്പിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മതിലുള്ള പട്ടണങ്ങളിൽ വാങ്ങിച്ച വീടിന് മറ്റു വീടുകളിൽ നിന്നുള്ള ഒരു പ്രത്യേകതയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വീടുകളിൽ നിന്നുള്ള പ്രത്യേകത എന്താ? അത് മതിലുള്ള പട്ടണങ്ങളിൽ വാങ്ങിച്ച വീട് നിനക്ക് തലമുറയായി അനുഭവിക്കാം. നീ അത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പശ്ചാത്തലം ഇതാണ്. ഏതെങ്കിലും ഒരു ഇസ്രായേല്യൻ ഒരു വീട് വിറ്റാൽ 1 വർഷത്തിനകം അവനത് വീണ്ടെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവനത് വീണ്ടെടുക്കുവാൻ കഴിയുകയില്ലെങ്കിൽ അവൻ്റെ ഒരു ചാർച്ചക്കാരന് അത് വീണ്ടെടുക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ആ ചാർച്ചക്കാരൻ അത് വീണ്ടെടുത്തില്ലെങ്കിലും 7-ാം വർഷത്തിൽ അവനത് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. 7-ാം വർഷത്തിൽ എന്തെങ്കിലും കാരണവശാൽ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ 50-ാമത്തെ വർഷമാണ് യോവേൽ വർഷം. ആ യോവേൽ വർഷത്തിൽ അവനത് പൈസ കിട്ടിയാലും കിട്ടിയില്ലേലും യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു കൊടുത്തേ പറ്റൂ. എന്നാൽ നിന്റെ നിയമത്തിൽ നിന്ന് എൻ്റെ കർത്താവ് ഒഴിവുള്ളവനാക്കും. എപ്പോഴാണെന്നറിയാമോ? നിന്റെ ആ വീട് മതിലുള്ള പട്ടണത്തിനകത്താണെങ്കിൽ. നമ്മുടെ കണ്ണുകളാണ് നിനക്കത് തലമുറയായി അനുഗ്രഹിക്കുവാൻ കഴിയും. നിനക്ക് ദൈവം സമ്പത്ത് തന്നിട്ടുണ്ട്, പക്ഷെ അത് അനുഭവിക്കുവാൻ ഞങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നമുക്ക് കർത്താവ് നൽകി തന്ന നന്മ നമ്മൾ അനുഭവിപ്പാനിടയാണ്. കർത്താവ് നമുക്ക് നൽകി തന്ന നന്മ തലമുറയായി നിലനിൽക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി തീരണം. അത് ഏതിന്റെ വെളിച്ചത്തിലാണെന്നറിയാമോ? അത് അമേരിക്കയിലെ നിയമത്തിന്റെ വെളിച്ചത്തിലല്ല. അത് അമേരിക്കയിലെ പോലീസ് തരുന്ന സംരക്ഷണത്തിലല്ല. നിന്റെ പ്രാർത്ഥനയുടെ മതിൽ നിന്റെ തലമുറയെ അനുഗ്രഹിക്കണം. നിന്റെ പ്രാർത്ഥനയുടെ മതിൽ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മതിൽ നിന്റെ നന്മകൾ ഫലഭൂയിഷ്ടമായി തീരുവാൻ ഇടയാകണം. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കുവാൻ നിന്റെ പ്രാർത്ഥനയുടെ മതിൽ ആവശ്യമാണ്. നീ മൂലം ഒരുത്തനും വീണ് മരിക്കാതിരിപ്പാൻ നിന്റെ പ്രാർത്ഥനയും ഇടിവിൽ നിൽപ്പും ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം അവൻ ചില ഹൃദയങ്ങളിൽ ക്രിയ ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുന്ന വിശുദ്ധന്മാരെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നോക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുന്ന വിശുദ്ധ മതികളെ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നോക്കുകയാണ്. കർത്താവ്, ഈ പട്ടണത്തിന് പ്രാർത്ഥനയിൽ കൂടെ ഒരു മതിൽ ചമയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സഭയ്ക്ക് പ്രാർത്ഥനയിൽ കൂടെ ഒരു മതിൽ ചമയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിന് പ്രാർത്ഥനയിൽ കൂടെ ഒരു മതിൽ ചമയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കൂട്ടു സഹോദരന്റെ കുടുംബത്തിന് പ്രാർത്ഥനയിൽ കൂടെ ഒരു മതിൽ ചമയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം തീരുമാനിക്കുന്നുവെങ്കിൽ നിന്റെ നന്മയാണ് ഇരട്ടിയാകുവാൻ പോകുന്നത്. നിന്റെ അനുഗ്രഹങ്ങളാണ് ഇരട്ടിയാകുവാൻ പോകുന്നത്. കർത്താവ് നമ്മെ വരുന്ന ആളുകളിൽ വളരെയേറെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായി പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും മനോഭാവമുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമുക്ക്